മലയാള സിനിമാ പ്രേക്ഷകർ നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ മോഹൻലാൽ എന്ന അതുല്യ നടന്റെ വേഷപ്പകർച്ചയിൽ പിറന്നു വീണിട്ടുണ്ട്. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. Narcotics is a dirty business. ആടിയും പാടിയും പ്രണയിച്ചും കലഹിച്ചും പേമാരിയായി പെയ്തിറങ്ങിയ ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങളിൽ നിന്നും മലയാള സിനിമാ പ്രേക്ഷകർ ആഘോഷമാക്കിയ ഏതാനും മണിമുത്തുകൾ പെറുക്കിയെടുത്ത് കോർത്തിണക്കി ഡി തിയേറ്റേഴ്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു വ്യത്യസ്ത കലോപഹാരം. നാളെയാണ് താലിമംഗലം. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? തനിക്ക് എന്താ വേണ്ടേ? താൻ ആരാ? അപ്പൊ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? എനിക്കും തോന്നി ഈ നാട്ടിൽ ഞാനില്ലാതെ ഒരു കല്യാണം പോലും നടക്കില്ല. ഓ, ബ്രോക്കർ ആണല്ലേ? എന്നെ ബ്രോക്കർ എന്ന് മാത്രം വിളിക്കരുത് മാഡം. ഐ എം എ മാരേജ് അസംബ്ലർ. ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ്റെ ജോലി. ഓഹോ, അത്രയ്ക്കും എടുക്കനാണോ? എന്നാ എനിക്കൊരു പയ്യനെ കണ്ടുപിടിച്ചതാ. കുറേ നാളായി ഞാനൊരാളെ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്കങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. നല്ല ഉദ്യോഗവും പഠിപ്പും സംസ്കാരവും ഉള്ള ഒരാളായിരിക്കണം. അതിനാണോ ഈ നാട്ടിൽ പഞ്ഞം? ഈ പയ്യനെ ഒന്ന് നോക്കിയേ. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയും, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി. എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ അത് കൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, സത്യായി. വിരോധം അല്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് TP ബാലഗോപാലൻ MA. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ട. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള പാർട്ടി. ഇത് ശരിയാവില്ല. കാര്യം പഠിപ്പും വിവരമൊക്കെ ഉണ്ട്, പക്ഷെ ഇയാള് ഒരുമാതിരി പെണ്ണുങ്ങളുടെ പുറകെ നടക്കണ പോലെ. ഓഹോ, അങ്ങനെയാണല്ലേ. ഒരു സ്റ്റൈലം പയ്യനുണ്ട്, നല്ല തറവാടിയാ. റേബാൻ ഗ്ലാസ് ഒക്കെ വെച്ചേ നടക്കൂ. പക്ഷേ കണക്കിന് ഇത്തിരി പിന്നിലായതുകൊണ്ട് അപ്പനുമായിട്ട് അത്ര രസത്തിലല്ല. പിന്നെ ഒരു ഗുണമുണ്ട്, പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന പരിപാടി അവനില്ല. അവന്റെ കഥയൊന്ന് കേട്ടു നോക്ക്. അയ്യോ, ഇതെന്തൊരു മൊരടൻ. എനിക്ക് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയുള്ള ആളേക്ക് മതി. റൊമാൻസ് നമുക്ക് നോക്കാം. ഒരു ഓട്ടോക്കാരൻ സുധിയുണ്ട്, CI ഉണ്ണികൃഷ്ണനുണ്ട്, നമ്മുടെ ഗാഥാജാമിന്റെ മുതലാളി. അല്ലേ വേണ്ട,
ഇവനെ ഒന്ന് നോക്കിയേ, വലിയ ജോലിയൊന്നും പറയത്തക്കതായിട്ടില്ല, ഒരു മെക്കാനിക്കാ. പക്ഷെ ഇവനെ പോലൊരു റൊമാൻസ് വേറെ കാണത്തില്ല. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. തോഴികൾ അറിയും മുൻപേ, മാമുനി ഉണരും മുൻപേ, ഹൃദയത്തിൻ പന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ഇയാളുടെ ഡാൻസ് ഒക്കെ കൊള്ളാം, പക്ഷേ എന്റെ സ്വപ്നത്തില് കുറച്ചും കൂടെ തമ്പുരാൻ ലുക്കൊക്കെയുള്ള കുറച്ചുകൂടെ പൗരുഷമുള്ള ഒരാളാ. ഹോ, പൗരുഷമുള്ള എത്ര പേരാ ഉള്ളത്. അതിനെ കണ്ടായിട്ട് കിടക്കയില്ലേ. മംഗലശ്ശേരി നീലകണ്ഠൻ, മേലേത്തുടി ജയകൃഷ്ണൻ, പൂവള്ളി ഇന്ദുചൂടൻ, നെയ്യാറ്റിങ്കര ഗോപൻ. അല്ലെങ്കിൽ വേണ്ട, മോക്ക് പറ്റിയൊരു തമ്പുരാൻ ഇവിടെ ഉണ്ട്. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലോമാൻ ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. അയ്യോ, ഇതൊരുമാതിരി അങ്കമാലിയിലെ പ്രധാനമന്ത്രിനെ പോലെ. ഇതൊന്നും ശരിയാവില്ല. എത്ര നേരായി തുടങ്ങിയിട്ട് എത്ര പേരെ കണ്ടു. തനിക്ക് പണി അറിയില്ലെങ്കിൽ പറയടോ. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, ഇതിന് വട്ടായെന്നാ തോന്നുന്നേ. കൊച്ചേ, ഈ അസുഖം നേരത്തെ ഉള്ളതാണോ? ഓ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. എവളെ തളയ്ക്കാൻ ഡോക്ടർ സണ്ണിക്കേ പറ്റൂ. അവനെ വിളിക്കാം. അവന്റെ നമ്പർ എന്തുവായിരുന്നു? 2255. ഹലോ. അപ്പോഴേക്കും എത്തിയോ? എന്റെ സണ്ണിക്കുട്ട, നീ ഇത് എവിടുന്ന് വരുന്നു? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈറ്റ് വെച്ച്. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ.
பார்த்தாயா തജം തജം തകജം അങ്കനമാ മൗലി മണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക നൽകി ദേവി മാണിക്യവാസകർ മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശീലമ്പു നൽകി. ഈ കൊരങ്ങ നോക്കിയിട്ട് ഒന്നും ശരിയാവണില്ല. മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കാം, അവിടെ ആരെങ്കിലും കിട്ടാതിരിക്കില്ല. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും കണി കാണാ കുന്നി നിന്നും തിരുവോടി പാവും പടകാളി പെണ്ണെ നിന്നും മണിയിൽ ചാത്തീടാ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാടും കണി കാണാ കുന്നിൽ നിന്നും തിരുവോടി പാവും. ഇത് കൊള്ളാം, എന്നാലും ഒന്ന് രണ്ട് പ്രൊഫൈൽ കൂടെ നോക്കാം. പാടവരം പോരം ചാഞ്ചാടും കതിരണി മണിമയിലോ നീയോ മാരിമുകിൽ തേരിൽ പോരുന്നു മണിമഴവില്ലൊളിയോ നീയോ എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ തൂമുത്താരം ചാത്താൻ വാ ചെന്താമരേ ഇനി രാവിലൂരാകെ ആരേകി പൂരക്കാരം. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം. ആഹാ, ഇത് ഡാൻസും ഉണ്ട്, റൊമാൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തൊരു കൺഫ്യൂഷനാ. ദേ വേറൊന്ന്, ഇതോടെ നോക്കിയേക്കാം. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ പൊന്നു മച്ചാനെ ഇങ്കിരി മാറത്ത് അടരാൻ മോഹം. നീ പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ പൊന്നു മച്ചാനെ ഇങ്കിരി മാറത്ത് അടരാൻ മോഹം. അങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ തീർന്നു. എനിക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടായി. പ്ലീസ് പോലെ എന്നോട് ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടമാണ്. എങ്ങനെ മനസ്സിലായി? മെനക്കെടുത്താ പോച്ചേ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാശോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാ മതി, എല്ലാം പോകും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ, നിന്ന് പ്രേമിച്ചോ? കാലി കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്നുകൂടെ പ്രേമിച്ചോ. ദേ, ഞാൻ പ്രേമിച്ചോട്ടെ? ഓ, പ്രേമിക്കും, ഞാൻ ശരിക്കും പ്രേമിക്കും. പ്രേമിച്ചു കഴിഞ്ഞു.
ഇതിനാണോടി പുല്ലേ എന്നെ ഈ കാനഡ മുഴുവൻ ഓടിച്ചത്? ഔ, അങ്ങനെ കൊച്ചിന് പയ്യനെ കിട്ടി. ഇനിയിപ്പോ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാ. ഐ, നന്ദിനി നന്ദിനി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. ഐ, നാളെയാണ് താലിമംഗലം. Jumma jumma, jumma jumma, jumma jumma, jumma jumma, jumma jumma,